കോട്ടയത്ത് മഴ വീണ്ടും ശക്തം. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇടവിട്ട് മഴ പെയ്യുകയാണ്. ജില്ലയിലെ 154 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8,321 പേർ കഴിയുന്നു. വെള്ളപ്പൊക്കം രൂക്ഷമായ പടിഞ്ഞാറൻ മേഖലയിൽ സ്ഥിതിഗതികൾക്കും മാറ്റമില്ല എന്നുള്ളതാണ്. മിഥുൻ മുരളിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ് രൂക്ഷമായ വെള്ളക്കെട്ട്. ഇന്ന് അവിടെ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? യെസ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ശക്തമായ മഴ ആകെ കുതിർന്നു നിൽക്കുകയാണ്. നമ്മുടെ മിഥുൻ മുരളിയും വെള്ളക്കെട്ട് തന്നെയാണ്. പറയൂ മിഥുൻ. രാഗി, അശ്വതി, കോട്ടയത്ത് ഈ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളപ്പൊക്കത്തിന് മാറ്റമില്ല എന്നുള്ളതാണ് ഇന്ന് രാവിലെയും കാണുന്ന കാഴ്ച. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതിന് സമാനമായ കാഴ്ച തന്നെയാണ്. ഞാൻ നിൽക്കുന്നത് ഇറഞ്ഞാൽ റോഡിലാണ്. കോട്ടയം ഇറഞ്ഞാൽ തിരുവഞ്ചൂർ ഭാഗത്തേക്ക് പോകുന്ന ഇറഞ്ഞാൽ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. വെള്ളപ്പൊക്കമുണ്ട്, വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. വലിയ നാശനഷ്ടങ്ങൾ ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന വീടുകളിൽ സംഭവിച്ചതാണ്. NDRF സംഘം രക്ഷാപ്രവർത്തനം നടത്തിയ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഇവിടെ വെള്ളം ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. ഈ പ്രദേശം ഉൾപ്പെടുന്ന കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ആർപ്പുക്കര, തിരുവാർപ്പ്, കുമരകം, ഇല്ലിക്കൽ, ഐമനം, ഇറഞ്ഞാൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. വെള്ളപ്പൊക്കം അവിടെ അവശേഷിക്കുകയാണ്. വീടുകളിൽ ആ വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതം ഇപ്പോഴുമുണ്ട്. വീടുകളിലേക്ക് 3 ദിവസം മുൻപ് വെള്ളം ഇരച്ചു കയറിയ വെള്ളം അങ്ങനെ തന്നെ വീടുകൾ മുഴുവനായും വീടുകൾ മുക്കുന്ന സ്ഥിതിഗതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. ആ കാഴ്ചയ്ക്ക് മാറ്റമില്ല എന്നുള്ളതാണ്. ഈ ഭാഗത്തുള്ള മുഴുവൻ ആളുകളും ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധു വീടുകളിലുമൊക്കെയാണ്. ഇവിടെയെങ്ങും ആരുമില്ല, വീടുകളിൽ തന്നെ ആരുമില്ല എന്ന് പറയുന്ന സ്ഥിതിയാണ്. ഇനി ഏതെങ്കിലും ഭാഗത്ത് വെള്ളം താഴത്തെ നിലയിൽ മാത്രം വെള്ളമുള്ള വീടുകളിലാണെങ്കിൽ മുകളിലത്തെ നിലയിൽ അത്യാവശ്യ കാര്യങ്ങളുമൊക്കെ ആയിട്ട് ആളുകൾ ഉണ്ടെങ്കിലേ ഉള്ളൂ. ബാക്കിയുള്ള ആളുകൾ മുഴുവൻ, ഈ പ്രദേശത്തെ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലേക്കുമൊക്കെ കഴിഞ്ഞ 3 ദിവസം മുൻപ് തന്നെ മാറിപ്പോയതാണ്. കുടുങ്ങിക്കിടന്നവരെ NDRF സംഘവും ഫയർഫോഴ്സും ഒക്കെ എത്തിയാണ് ഈ പ്രദേശത്ത് നിന്ന് മാറ്റിയത്. ഒപ്പം മറ്റൊരു തീവ്രമായിട്ടുള്ള വെള്ളപ്പൊക്കമുണ്ടായ ഇല്ലിക്കൽ ഭാഗമാണ്. ഇല്ലിക്കലും സമാനമായ കാഴ്ചയാണ്. കഴിഞ്ഞ 2 ദിവസമായി കാണുന്ന ഈ വെള്ളപ്പൊക്കത്തിന് യാതൊരു മാറ്റവും ഈ പടിഞ്ഞാറൻ മേഖലയിൽ ഇല്ല എന്നുള്ളതാണ്. കിഴക്കൻ മേഖലയിൽ നിന്ന് പാല, ഇരാറ്റുപേട്ട തുടങ്ങിയ മേഖലയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം പടിഞ്ഞാറോട്ട് വരികയും പിന്നീട് വേമ്പനാട്ട് കായലിലേക്ക് പോവുകയുമാണ് പതിവ്. പക്ഷേ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയുന്നു, അല്ലെങ്കിൽ തണ്ണീർമുക്കം ബണ്ടൊക്കെ തുറന്നിട്ടുണ്ട്. പക്ഷേ ശക്തമായ ഒഴുക്കിലൂടെയല്ല വേമ്പനാട്ട് കായലിലേക്ക് വെള്ളം പോകുന്നത് എന്നുള്ളതാണ് ഈ പടിഞ്ഞാറൻ മേഖല ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്നതിന് കാരണം. പടിഞ്ഞാറൻ മേഖലയിൽ നിന്നും വെള്ളം വേമ്പനാട്ട് കായലിലേക്ക് ഒഴുകുന്നത് സാവധാനമാണ്. അതുകൊണ്ടാണ് ഈ പ്രദേശത്തെ വെള്ളക്കെട്ട് ഇങ്ങനെ തന്നെ തുടർച്ചയായി നിലനിൽക്കുന്നത് എന്നാണ് അനുമാനം. നാട്ടുകാരും അതുതന്നെയാണ് പറയുന്നത്. ഈ കിഴക്കൻ മേഖലയിലെ ദുരിതം തങ്ങൾ പടിഞ്ഞാറൻ മേഖല 2 ദിവസം സാധാരണഗതിയിൽ മുൻ വർഷങ്ങളിലും അനുഭവിക്കാറുണ്ട്. പാല, ഇരാറ്റുപേട്ടയിൽ നിന്ന് വെള്ളമിറങ്ങി 2-3 ദിവസം കഴിഞ്ഞാൽ മാത്രമാണ് ഈ പടിഞ്ഞാറൻ മേഖലയിൽ ആർപ്പുക്കര, ഐമനം, തിരുവാർപ്പ്, കുമരകം, ഇല്ലിക്കൽ ഉൾപ്പെടുന്ന ഈ ഭാഗങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങുകയുള്ളൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഇത്തവണ അത് വളരെ സാവധാനമാണ്. കിഴക്കൻ മേഖലയിൽ നിന്ന് വെള്ളം ഇറങ്ങിയാലും ഇവിടുത്തെ ജലനിരപ്പ് താഴുന്നത് എന്നുള്ളതാണ്. മീനച്ചിലാറിൽ ജലനിരപ്പ് താഴ്ന്നിട്ടില്ല, ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഇന്നലെ പകൽ സമയം കുറച്ച് ആശ്വാസമുണ്ടായിരുന്നു. ജലനിരപ്പ് അപകട നിലയിലേക്കും താഴേക്ക് പോയിരുന്നു മീനച്ചിലാർ ഉൾപ്പെടെയുള്ള നദികളിൽ. പക്ഷേ ഇപ്പോൾ സ്ഥിതി അതല്ല. മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. രാവിലെ ശക്തമായ മഴയാണ് കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ലഭിക്കുന്നത്. ഇടവിട്ടുള്ള തീവ്രതയുള്ള മഴയുണ്ട്. പടിഞ്ഞാറ് കിഴക്കൻ മേഖലകളിലെല്ലാം ഇടവിട്ടുള്ള മഴയുണ്ട്. പ്രത്യേകിച്ച് ഈ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്ന, വെള്ളപ്പൊക്കമുള്ള ആർപ്പുക്കര, ഐമനം, കുമരകം ഉൾപ്പെടെ ഞാൻ നിൽക്കുന്ന ഇറഞ്ഞാൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ശക്തമായ മഴയാണ് 6 മണിക്ക് ശേഷം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരും മണിക്കൂറുകളിൽ മഴ തുടരുകയാണെങ്കിൽ കാലാവസ്ഥ മേഘാവൃതമാണ്, ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വെള്ളപ്പൊക്ക ഭീഷണി ഇനിയുള്ള ദിവസങ്ങളിലും ഇവിടെ തുടരും. വെള്ളപ്പൊക്കമുണ്ടാകും. ഇപ്പോൾ തന്നെ 70% ആർപ്പുക്കര, ഐമന, തിരുവാർപ്പ്, ഇല്ലിക്കൽ പ്രദേശങ്ങളിലെ 70% സ്ഥലങ്ങളും പ്രദേശങ്ങളും ഈ പഞ്ചായത്തുകളിലെ അത്രയും പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ തന്നെയാണ്. വീടുകൾ വെള്ളത്തിലാണ്. 1000-ലധികം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. വീടുകൾ പൂർണ്ണമായും ഭാഗികമായും വെള്ളത്തിലാണ്. ഗൃഹോപകരണങ്ങൾ നശിച്ചിട്ടുണ്ട്. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പലയിടത്തും വാഹനങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ വലിയ നാശനഷ്ടമാണ് ഈ വെള്ളപ്പൊക്കം വരുത്തി വച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 150-ന് മുകളിൽ ക്യാമ്പുകൾ കോട്ടയം ജില്ലയിൽ ഇന്നലെ വൈകിട്ട് വരെയുള്ള കണക്ക് പ്രകാരം പ്രവർത്തിക്കുന്നുണ്ട്. 8,000-ന് മുകളിൽ ആളുകളാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളത്. ഒരുപക്ഷെ ഇന്ന് രാവിലെ മുതൽ വീണ്ടും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യം വരും. കൂടുതൽ ക്യാമ്പുകൾ ഉണ്ടാകും. ഏത് സമയവും ക്യാമ്പുകൾ തുറക്കാൻ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാണെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 8,000-ന് മുകളിൽ ആളുകൾ, 10,000-ന് മുകളിലേക്ക് ആളുകൾ ഇന്ന് വൈകുന്നേരമൊക്കെ ആകുന്ന സമയത്ത് ഒരുപക്ഷെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന സ്ഥിതിവിശേഷം കോട്ടയം ജില്ലയിൽ ഉണ്ടാകും. പ്രധാനപ്പെട്ട റോഡുകളെല്ലാം നിശ്ചലമായ അവസ്ഥയാണ്. കഴിഞ്ഞ 3 ദിവസമായി അങ്ങനെയാണ്. കുമരകം കോട്ടയം റോഡ്, കോട്ടയം
കോട്ടയം ചേർത്തല റോഡുകളെല്ലാം വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട പാതയാണ് കോട്ടയം ടൗണിലേക്കുള്ള. ചേർത്തല കുമരകം ഭാഗത്തു നിന്നൊക്കെ ആളുകൾക്ക് ബുദ്ധിമുട്ടുന്നുണ്ട്. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കുമൊക്കെ കോട്ടയം ടൗണിലേക്ക് വരേണ്ട ആളുകൾ, കുമരകം ചേർത്തല ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ അക്ഷരാർത്ഥത്തിൽ ഈ 2-3 ദിവസത്തിലായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഒറ്റപ്പെട്ട ബസ് സർവീസ് മാത്രമാണ് ഈ ഭാഗങ്ങളിലൂടെ ഉള്ളത്. ഇനിയിപ്പോൾ കാറുകൾ ഉൾപ്പെടെ ഈ ഭാഗത്തൂടെ കൊണ്ടുവരിക എന്ന് പറയുന്നതും വളരെ പണിപ്പെട്ട് തന്നെ മുന്നോട്ട് നീക്കേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ വാഹനങ്ങൾ നിന്നു പോകുന്ന അവസ്ഥ. ഇരുചക്ര വാഹനങ്ങൾ പോലും കുമരകം കോട്ടയം റോഡിലൂടെയും ചേർത്തല കോട്ടയം റോഡിലൂടെയും ഒന്നും കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം ഒരു കാര്യമുണ്ട്, ചങ്ങനാശ്ശേരി ആലപ്പുഴ AC റോഡ്, അത് കഴിഞ്ഞ ഇടത് സർക്കാർ വെള്ളം കയറില്ല, വിദഗ്ധമായ നിർമ്മാണം നടത്തിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന റോഡ് പൊളിച്ച് വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടപ്പോൾ കുട്ടനാട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് കോട്ടയത്ത് നിന്ന് വേഗത്തിൽ എത്തുന്നതിന് വേണ്ടി ആ റോഡ് പൊളിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതായിരുന്നു. പക്ഷേ വെള്ളം കയറില്ല എന്നുള്ള വാഗ്ദാനമായിരുന്നു. അല്ലെങ്കിൽ വെള്ളം കയറാത്ത രീതിയിലാണ് കോടികൾ മുടക്കി ആ റോഡ് നിർമ്മിക്കുന്നത് എന്നുള്ളതായിരുന്നു ഇടത് സർക്കാരിൻ്റെ വാഗ്ദാനം. പക്ഷേ ആ റോഡിലും ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട്. AC റോഡ് ഇപ്പോൾ ചങ്ങനാശ്ശേരി ആലപ്പുഴ AC റോഡ് മിനിഞ്ഞാന്ന് മുതൽ പൂർണ്ണമായും വെള്ളത്തിലാണ്. അവിടെയും ഗതാഗത സ്തംഭനമുണ്ട്. അങ്ങനെ റോഡുകൾ വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്നു. കോട്ടയം ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. നാഗമ്പടം ഉൾപ്പെടെയുള്ള കോട്ടയം ടൗണിന് ഹൃദയഭാഗം വെള്ളത്തിലാണ്. ഇറഞ്ഞാൽ ഉൾപ്പെടെയുള്ള ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗങ്ങൾ തിരുവഞ്ചൂർ ഭാഗത്തേക്കുള്ള പ്രധാനപ്പെട്ട റോഡ് വെള്ളത്തിലാണ്. ഈ പ്രദേശത്തുള്ള വീടുകൾ വെള്ളത്തിലാണ്. 1000-ലേറെ വീടുകൾ പൂർണ്ണമായും ഭാഗികമായും ഒക്കെ വെള്ളത്തിലായി കിടക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി കോട്ടയത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന്, പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് കാണുന്ന കാഴ്ചയ്ക്ക് യാതൊരു മാറ്റവുമില്ല. അവിടുത്തെ ആളുകൾ ദുരിതം അനുഭവിക്കുകയാണ്. പരമാവധി ആളുകൾ, ഏതാണ്ട് 90% ആളുകൾ ഈ പടിഞ്ഞാറൻ മേഖലയിലുള്ള പഞ്ചായത്തുകളിലെ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തന്നെയാണ്. ബന്ധുവീടുകളിലേക്കൊക്കെ മാറിയ ആളുകൾ അവിടെ തന്നെ തുടരുകയാണ്. ഇനിയിപ്പോൾ മഴ മാറി 5 ദിവസമൊക്കെ, ഇനിയിപ്പോൾ കാലാവസ്ഥ അനുകൂലമായി ഉണ്ടായാൽ ഒരു 5 ദിവസമൊക്കെ എടുത്താൽ മാത്രമാണ് ഈ പ്രദേശം പൂർവ്വസ്ഥിതിയിലേക്ക് ആവുകയുള്ളൂ എന്നാണ് നാട്ടുകാർ മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്നത്. അതായത് കിഴക്കൻ മേഖലയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം പാല, ഇരാറ്റുപേട്ട ഭാഗങ്ങളിൽ ഇപ്പോൾ വെള്ളമില്ല. ഇരാറ്റുപേട്ട ടൗണിൽ നിന്നൊക്കെ വെള്ളം ഒഴിഞ്ഞിട്ടുണ്ട് ഇന്നലെയൊക്കെ തന്നെ. ആ വെള്ളം പടിഞ്ഞാറൻ മേഖലയിലേക്ക് ആർപ്പൂക്കര ഐമന ഉൾപ്പെടുന്ന ഈ പ്രദേശത്തേക്ക്, കുമരകം ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് എത്തി വേമ്പനാട്ട് കായലിലേക്ക് വേഗത്തിൽ പോകണം. അങ്ങനെയാണെങ്കിൽ കാലാവസ്ഥ അനുകൂലമായി നിന്നാൽ, മഴ മാറി നിന്നാൽ ഒരു 5 ദിവസമൊക്കെ എടുക്കും ഈ പ്രദേശത്തെ വീടുകളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി പ്രദേശത്തെ റോഡുകൾ വെള്ളം ിലേക്ക് മാറണമെന്ന്. അതായത് ആ ദൃശ്യങ്ങൾ നോക്കൂ അശ്വതി, അതായത് എത്രത്തോളം ഭയാനകമാണ് എന്നുള്ളതാണ്. ആ വെള്ളക്കെട്ടിലാണ് നമ്മുടെ മിഥുൻ നിൽക്കുന്നത്. മിഥുൻ ജാഗ്രത പാലിക്കണം. ഒപ്പം തന്നെ ഈ ജലജന്യ രോഗങ്ങൾ, അതൊരു വല്ലാത്ത ഭീഷണി തന്നെയാണല്ലേ. ഒന്ന് നോക്കൂ, അതായത് അത് റോഡാണോ എന്തിനാ, ഒരു പുഴ എന്നതിനപ്പുറം ഒരു കായലിന് സമാനമായ രീതിയിൽ ആ പ്രദേശം ആകെ അപ്പാടെ മുങ്ങിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളൊക്കെ വളരെ ഭയാനകമാണ്. ഇപ്പോഴും പല വീടുകളുടെയും, അല്ലെ, അത് മാത്രവുമല്ല പല വീടുകളുടെയും മുകളിലത്തെ നിലയിൽ ഇപ്പോഴും ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് മിഥുൻ പറഞ്ഞത്. അതെ, തീർച്ചയായും. എന്തായാലും കൂടി പറയുകയാണ്, ജാഗ്രത ഉറപ്പാക്കാൻ നമ്മൾ ജോലി ചെയ്യുകയാണ് എങ്കിൽ പോലും തീർച്ചയായും വളരെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇലക്ട്രിക് ലൈൻസ് ഒക്കെ ഉണ്ട് അവിടെ, നമ്മൾ വെള്ളത്തിൽ നിൽക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. എന്തായാലും കോട്ടയം വലിയ രീതിയിൽ ദുരിതം പേറുകയാണ്. തോരാ മഴ ഇങ്ങനെ പെയ്യുകയാണ്. നിരവധി പേർ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളപ്പോഴും നിരവധി പേർ വീടുകളുടെ മുകളിലത്തെ നിലയിൽ അഭയം പ്രാപിക്കുകയാണെന്നുള്ള വിവരമാണ്. ഒപ്പം ഇടത് സർക്കാർ, ഇതിനു മുൻപ് ഭരിച്ചിരുന്ന ഇടത് സർക്കാർ ഈ പ്രദേശത്തിന് വെള്ളപ്പൊക്കം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ഉറപ്പ് നൽകി ചില നിർമ്മാണങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അതിനും ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള വിവരം കൂടി മിഥുൻ പങ്കുവെക്കുന്നുണ്ട്.